മഴത്തോട് മുൻപുള്ള പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവതക്കുട്ടിയും സ്റ്റാൻലിയും കൂടെ നടന്നിട്ടൊക്കെ വരുമ്പോൾ അലീനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നീ മിടുക്കനൊക്കെ തന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിൻ്റെ ചുറ്റുമുള്ളവരെ നീ സൂക്ഷിക്കണം. നിനക്ക് ചതിയന്മാരെ തിരിച്ചറിയാൻ കഴിവ് കുറവാന്നൊക്കെ സ്റ്റാൻലിയായിട്ട് അവധിക്കുട്ടി പറയുന്നുണ്ട്. പിന്നെ ഇപ്പം വന്ന നിൻ്റെ ലേഡി ഓഫീസറുണ്ടല്ലോ, അവൾ മിടിക്കുക. അവൾ നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും നിൻ്റെ ചുറ്റുമുള്ള കള്ളന്മാരെ കണ്ടെത്താനും ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ പറയുന്ന പോലെ നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഞാൻ അങ്ങനെ ആരും പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവത്തില്ലെന്ന് അപ്പച്ചനറിയാലോ, പിന്നെ എന്നോട് എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, വേണം വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ നീ ഈ കുറേ നാളുകൊണ്ട് ഇല്ലായിരുന്നല്ലോ, ഇപ്പം അലീന പറഞ്ഞിട്ടാണോ നീ നടക്കുന്നതെന്ന് അവതക്കുട്ടി ചോദിക്കുകയാണ്. ഏയ്, അങ്ങനെ അലീന പറഞ്ഞെന്നും പറഞ്ഞ് ഞാനങ്ങ് ചെയ്യും അപ്പച്ചൻ അറിഞ്ഞൂടായോ, പിന്നെ എന്താ ഇപ്പോൾ ഒരു പപ്പ നടന്ന ഇപ്പോൾ ഉള്ള വയസ്സിൻ്റെ പകുതി വയസ്സാവുമെന്നും ആരോഗ്യം തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി ചിരിച്ചുകൊണ്ട് പറയാണ്, അവൾക്കറിയാം ഏത് മർമ്മത്ത് പിടിക്കണമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിച്ച് സംസാരിച്ച് അലീനയുടെ കാര്യവും പറഞ്ഞ് നടന്നിട്ട് വരികയാണ്. ഈ സമയത്ത് അലീന കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും കോഫിയൊക്കെ ഇടുന്നുണ്ട്. ഈ സമയത്ത് പൗലോസ് വന്ന് ഡോറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് അലീന കിച്ചണിൽ നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങോട്ട് പൗലോസ് നടന്നു വരുന്നുണ്ട്. അപ്പം പൗലോസിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, പൗലോസേട്ടൻ ഇപ്പോഴാണോ വരുന്നത്? പൗലോസേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ എണീച്ച് ഇവിടുത്തെ പണിയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞാണല്ലോ, പിന്നെന്താ ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇത്രയും നാളെ ശീലിച്ച് വന്ന ഒരു കാര്യമില്ല, അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തർക്കുത്തരം പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അലീന ചായ ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ പൗലോസ് വീണ്ടും വന്നിട്ട് ചായ ഇടാൻ ഒരുങ്ങുമ്പം, എന്തിനാ പൗലോസേട്ടാ ചായ ഇടുന്നത്? അത് കേണൽ സാബ് വരുമ്പം കേണൽ സാബിന് കോഫി ഇട്ട് കൊടുക്കാനാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രണ്ട് കോഫി ഇടുന്നുണ്ടല്ലോ, പപ്പയ്ക്ക് വേണ്ടിയാണ് കോഫി ഇടുന്നത്, ഞാൻ കൊടുത്തോളാം. അപ്പം ഉടനെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഇട്ടാലേ കേണൽ സാബ് കോഫി കുടിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പപ്പയ്ക്ക് വേണ്ടി കോഫി ഇടുന്നുണ്ട്. പൗലോസേട്ടൻ്റെ സംസാരം കേട്ടിട്ട് പൗലോസേട്ടൻ അത്ര പെട്ടെന്നൊന്ന് കോംപ്രമൈസ് ആവാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉടനെ പൗലോസ് പറയുന്നുണ്ട്, ഈ പണി ഞാൻ ഇപ്പോഴൊന്നും തുടങ്ങിയല്ല, കാലം കുറേയായി. ഇവിടെ കേണൽ സാബിൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. സാബ് ഇതുവരെ എൻ്റെ അടുത്ത് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് തന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടത്തില്ല. അതെനിക്ക് തുറന്ന് പറയേണ്ട വന്നാൽ അത് തുറന്ന് പറയുകയും തന്നെ ചെയ്യുമെന്ന് പറയും. പക്ഷേ പൗലോസേട്ടൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് അലീന പറയാണ്. പൗലോസേട്ടന് അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ അത് പൗലോസേട്ടൻ്റെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി. ഇത് എൻ്റെ പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ആ കിച്ചണിൽ എന്തൊക്കെ കാര്യം നടക്കണമെന്ന് ഇനി മുതൽ ഞാൻ തീരുമാനിക്കുമെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോൾ പൗലോസിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പൗലോസേട്ടൻ ഇന്ന് മുതൽ മീൻ കണ്ടിക്കുമ്പോഴും അതുപോലെ പച്ചക്കറി എടുക്കുമ്പോഴും ഒക്കെ എന്നെ ഒന്ന് കാണിക്കണം. പൗലോസേട്ടൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ എടുത്ത് കളയാൻ ഇനി പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസിനത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യവും കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ, എനിക്ക് എൻ്റേതായ രീതിയിൽ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പൗലോസേട്ടൻ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. പൗലോസേട്ടന് 3 ദിവസത്തെ സമയം ഞാൻ തരും. അതിനനുസരിച്ച് പൗലോസേട്ടൻ ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുകയെങ്കിൽ മാത്രം നിന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കേ പറയത്തുള്ളൂ, ഗെറ്റ് ഔട്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പൗലോസ് അത് ഞെട്ടുന്നുണ്ട്. പൗലോസേട്ടൻ്റെ തുണിയും കടക്കെടുത്ത് പൗലോസേട്ടൻ ഇവിടുന്ന് പോവാം. ഇവിടെ ആഹാരം വെച്ച് കൊടുക്കാനും പപ്പയുടെ കാര്യം നോക്കാനും എനിക്കറിയാം. പൗലോസേട്ടൻ്റെ ഒരു സഹായവും വേണ്ട, കേട്ടല്ലോ? 3 ദിവസം. അപ്പോഴത്തേക്ക് ചായ തിളച്ച് അലീന ചായ പപ്പയ്ക്കും അവതക്കുട്ടിക്കും വേണ്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം പൗലോസേട്ടൻ മറക്കണ്ട. 3 ദിവസത്തെ സമയമാണ് പൗലോസേട്ടന് തന്നത്. അതിനുള്ളിൽ പൗലോസേട്ടന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് പൗലോസേട്ടന് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ പൗലോസേട്ടന് ഇവിടുന്ന് പോവാം. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പൗലോസേട്ടന് ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് പറയാണ്. അതിനുശേഷം അലീന ചായ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. പൗലോസിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കിച്ചണിൽ നിന്ന് പുറത്ത് ഔട്ട് ഹൗസിലേക്ക് വരികയാണ്. ഈ സമയത്ത് ബൈജു അവിടെ ഇരിപ്പുണ്ട്. അപ്പം ദേഷിച്ച് പൗലോസ് വരുന്ന കണ്ടോടനെ ബൈജു ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടാ? പൗലോസെ, എനിക്ക് ആ പെങ്കൊച്ചിൻ്റെ അഹങ്കാരം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. എനിക്ക് സഹിക്കുന്നില്ല ആ പെങ്കൊച്ചിൻ്റെ അഹങ്കാരം. നീയല്ലേ പറഞ്ഞത് ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ബൈജു ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടാ, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നോട് അവൾ പറയുക, മര്യാദയ്ക്ക് അവൾ പറയുന്നതും കേട്ട് ഇവിടെ നിന്നോണമെന്ന്, ഇല്ലെങ്കിൽ എനിക്ക് പോകാമെന്ന്. അവളാണോ തീരുമാനിക്കുന്നതെന്ന് പൗലോസ് ചോദിക്കുകയാണ്. അപ്പോൾ ബൈജു ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ പറഞ്ഞു. ഇപ്പം കേണൽ സാബും അവൾ പറയുന്ന വാക്കിന് അപ്പുറത്തോട്ട് പോകത്തില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്.
അപ്പം എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, അവളെ മര്യാദ പഠിപ്പിക്കാൻ, ആരെയും കാണുന്നില്ലല്ലോ എന്ന് ബൈജുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബൈജു പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഞാൻ വിചാരിച്ചത് അവരെത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുമെന്ന്, ഇവിടെ എത്തി അവളെ ഇവിടുന്ന് അടിച്ചിറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ബൈജു പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെയാണ്, പക്ഷേ ഇവിടെ അത് നടക്കുമെന്ന് തോന്നില്ല. ആ പെണ്ണ് ഇവിടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. ഇപ്പം എൻ്റെ അടുക്കളയിൽ കയറി അവൾ അധികാരം തുടങ്ങി. ഇനി ഓരോരുത്തരുടെ ഓരോ കാര്യത്തിൽ അവൾ അധികാരം പിടിക്കും. അന്ന് നീയൊക്കെ മനസ്സിലാക്കിക്കോളും എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, അങ്ങനെ ആരും മിണ്ടാതൊന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അങ്ങനെ വരുമ്പം ഈ കൊച്ചിനെ പിടിച്ച് പുറത്താക്കുമെന്ന് ബൈജു പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്ന് നടക്കാൻ, അവളിവിടെ ഭരണമെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടോ എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസിനാണെങ്കിൽ അലീനയോട് നല്ല ദേഷ്യമുണ്ട്. ഈ സമയത്ത് ചായയായിട്ട് ചെല്ലിയാണ് അലീന. അപ്പം അലീന ചായയായിട്ട് ചെല്ലുമ്പോൾ ഉടനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, പൗലോസ് ഇല്ലയോ അലീന എന്ന് ചോദിക്കുകയാണ്. പൗലോസ് ഏട്ടനുണ്ട്, ഞാൻ പപ്പയ്ക്ക് കോഫി എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ച് അതാ ഞാൻ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് പൗലോസ്, അലീന പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, പൗലോസ് ഏട്ടന് യാതൊരു മാറ്റവും പൗലോസ് ഏട്ടൻ്റെ രീതിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവാൻ എളുപ്പമാണ്, അത് പരിഹരിക്കാനാണ് ഏറ്റവും വലിയ പാടെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം ഉടനെ അലീന പറയുന്നുണ്ട്, പൗലോസ് ഏട്ടൻ്റെ ഈ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പൗലോസ് ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എന്തും കാണിക്കാമെന്ന് പൗലോസ് ഏട്ടൻ്റെ വിചാരമുണ്ട്, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാവാൻ എളുപ്പമാണ്, അത് പരിഹരിക്കാൻ ഇത്തിരി പാടാണ്. പൗലോസിൻ്റെ ആഹാരത്തിനോ ഒന്നിനും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഉടനെ അലീന പറയുന്നുണ്ട്, അത് മാത്രം പോരല്ലോ പപ്പ, വീട്ടുകാർ പറയുന്നത് കൂടെ കേൾക്കാൻ തയ്യാറാവണം. മാത്രമല്ല എന്തുമാത്രം സാധനമാണ് പൗലോസ് ഏട്ടൻ ഇവിടെ വേസ്റ്റാക്കുന്നത്. പൗലോസ് ഏട്ടൻ അതിൻ്റെ വില അറിയത്തില്ല. പൗലോസ് ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ പൗലോസ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം ബൈജു മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാനൊരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ആൻ്റപ്പനും പൗലോസും 3 പേരും കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ അലീന അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അലീന നോക്കുമ്പോൾ 3 പേരും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അലീന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ സംസാരം? ബൈജു ഏട്ടനാണോ സാധനം വാങ്ങിക്കാൻ പോകുന്നത്? അതെ, ഞാനാ പോകുന്നതെന്ന് ബൈജു പറയുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. ഇന്നത്തേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് പൗലോസ് ഏട്ടൻ തന്നു കാണുമല്ലോ, അത് മാത്രം വാങ്ങിച്ചാൽ മതി. കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരില്ലെന്ന് പറയുകയാണ്. പൗലോസ് ഏട്ടൻ കൃത്യമായ കണക്കാണോ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഒന്നും മിണ്ടില്ല. ഞാൻ ചോദിച്ചു കേട്ടതില്ലേ, പൗലോസ് ഏട്ടൻ്റെതാ ചോദിക്കുന്നത്, കൃത്യമായ കണക്കാണോ ബൈജു ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തെന്ന് ചോദിക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്, കൃത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ബൈജുവിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, വാങ്ങിക്കുന്ന സാധനം നോക്കിയെടുക്കണം, ചീത്തയായ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരില്ല. അതേപോലെ മീനും നോക്കിയെടുക്കണം, അധികം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വെട്ടി പുറത്ത് കളയാൻ പറ്റത്തില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ബൈജു ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇങ്ങനെ ദേഷ്യ അലീനയെ നോക്കുന്നുണ്ട്. ഇനി പൗലോസ് ഏട്ടൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, കിച്ചണിലെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. ബൈജു ഏട്ടന് മനസ്സിലായല്ലോ, ആവശ്യമില്ലാതെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറയാണ്. ഇതൊക്കെ കണ്ട് പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ല. പൗലോസ് ദേഷ്യമൊക്കെ പോവുകയാണ്. അപ്പം ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആൻ്റപ്പേട്ട ബൈജു ഏട്ടൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തരാം, ആവശ്യം കൂടുതൽ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ആർക്കും പുറത്ത് വെട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ കളയാനോ ഇനി പറ്റത്തില്ല എന്ന് അലീന തറപ്പിച്ച് പറയാണ്. അങ്ങനെ പൗലോസും അലീനയും തമ്മിലുള്ള പോര് മുറുകുകയാണ്.